ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് രാജയുടെ വീട്ടിൽ പോയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്നതിൻ്റെ തലേന്ന് ഞങ്ങൾക്ക് അവിടെ ആയിരുന്നു ഫുഡ്. അങ്ങനെ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോയി. രാവിലെ എന്ന് വെച്ചാൽ 11-12 മണിയായി എത്തിയപ്പോൾ പോയിട്ട് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ മാങ്ങ അരിഞ്ഞ് ഉണക്കാൻ വെച്ചിരിക്കുന്നു. മസാലയൊക്കെ പുരട്ടി കടുകെണ്ണയൊക്കെ ഇട്ട് അവിടുത്തെ രീതിയിൽ അവർ വെച്ചേക്കുന്നത്. അന്നേരമേ എൻ്റെ ഇക്ക പറഞ്ഞായിരുന്നു, എടി ഇത് അങ്ങേരെ അവിടെ നിന്ന് എവിടുന്നോ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വാങ്ങിയല്ല, സ്വന്തമായിട്ട് വാങ്ങിച്ചൊന്നുമില്ല, സത്യമായിരുന്നു. അങ്ങനെ അവളും പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഷിബുക്കെ പറയുകയും ചെയ്തു, നിങ്ങൾ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വാങ്ങിയാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെന്നപ്പോഴേ കുറച്ച് കഴിഞ്ഞ് എല്ലാം റെഡി ആയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ചിരിക്കാനെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് തമാശയെ പറയത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് കേട്ട് ആരായാലും ചിരിച്ചു പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞങ്ങളില്ല മാങ്ങ ഉണങ്ങിയൊന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന്. അങ്ങനെ ഒരുവിധം അത് വെള്ളമൊക്കെ പറ്റിയായിരുന്നു. അങ്ങനെ ഒരു ഭരണിയുണ്ട്, അതിട്ട് വെക്കാൻ വേണ്ടി അവർക്ക് അത് പ്രത്യേകം ഭരണി. ഒരു എല്ലാ വർഷവും ഇടുന്നതാണ് ഈ അച്ചാർ. അങ്ങനെ കുറച്ച് ഞാൻ കോരിയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് കോരി ഇട്ട് കൊടുത്തു. ആ ഭരണി നിറച്ചുണ്ടായിരുന്നു. അത് കുറച്ച് കോരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ രാജേഷേട്ടൻ തന്നെ, രാജേഷ് സാറ് തന്നെ പിന്നെ അത് കോരിയിട്ടോളാം അവിടെ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാനതവിടെ വെച്ചിട്ട് അതൊന്ന് കഴിച്ച് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും പിന്നെ കഴിക്കാൻ പറ്റത്തില്ല, ഞങ്ങളിങ്ങ് പോരുകയും ചെയ്യുമല്ലേ. അന്നേരം പറഞ്ഞിട്ട് എൻ്റെ ഒരു കാര്യം ചെയ്യും, അടുത്ത പ്രാവശ്യം നീ ഒക്ടോബറിലെങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് കഴിക്കാൻ ഞങ്ങളവിടെ വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു. ഇനി പോകുന്ന കാര്യമൊക്കെ എന്തുവാന്നോ. അങ്ങനെ ഞാനതൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. നല്ല പുളിയാണ് കൂടുതൽ, ഉപ്പും എല്ലാം കൂടെ പിടിച്ച്. എന്നാലും അത്രയും നാൾ ഇരിക്കുമ്പോൾ എന്താ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനൊന്ന് കഴിച്ച്. അന്നേരം അതിൻ്റെ ചാറിച്ചിട്ട് എൻ്റെ ഉടുപ്പിലോട്ട് വീണു. ഞാൻ പെട്ടെന്ന് എന്തോ ഇതെടുത്ത് അങ്ങ് നക്കുകയും ചെയ്തു. അങ്ങനെ ദേവു അത് കണ്ട് ചിരിക്കുകയും ചെയ്തു. കാരണം വെച്ചാൽ നക്കിയത് ഓർത്ത് പെട്ടെന്ന് വീട്ടിൽ കാണിക്കുന്ന രീതിയിൽ ഞാനെടുത്തങ്ങ് നക്കിയതാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അങ്ങനെ പിന്നെ രാജേഷേട്ടൻ മൊത്തവും കൂടെ എടുത്ത് ഭരണിക്കകത്താക്കി അടച്ച് നല്ല രീതി മുറുക്കി അടച്ചിട്ട് കൊണ്ടുവച്ച്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസ്. ഇത് ഞങ്ങൾക്ക് 19 വർഷം കൊണ്ടുള്ള ബന്ധമാണ്. ഞങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ 19 വയസ്സുണ്ട്. അങ്ങനെയുള്ള ബന്ധം ഇതുവരെ നിലനിൽക്കുന്നുണ്ട്. അതിന്നും ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന രംഗം ഇതൊക്കെ. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ഓക്കെ, ബൈ, സീ യു.